പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ട്രേഡിംഗ് പഠിച്ചോ എന്നതിലല്ല, അതിൽ വിജയിച്ചോ എന്നതിലാണ് കാര്യം. ട്രേഡിംഗ് ഒത്തിരി പഠിച്ചിട്ടും ഇപ്പോഴും സ്ഥിരമായി പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കാത്തവരാണോ നിങ്ങൾ? വലിയ ഫീസ് കാരണം ട്രേഡിങ്ങിൻ്റെ ABCD പോലും പഠിക്കാൻ സാധിക്കാതെ വന്നവരാണോ നിങ്ങൾ? ട്രേഡിംഗ് ജീവിതത്തിൽ സ്വയം തൊഴിലാക്കണം, പ്രധാന വരുമാനമാക്കണം, അതിലൂടെ ആഗ്രഹിച്ച വരുമാനം നേടിയെടുക്കുന്ന ഒരു സക്സസ്ഫുൾ ട്രേഡറാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ ഒരു സക്സസ്ഫുൾ ട്രേഡറാക്കാൻ, ഓപ്ഷൻ ബയ്യറാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. വളരെ ചെറിയ തുച്ഛമായ ക്യാപിറ്റൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഥിരമായി പ്രോഫിറ്റ് എടുക്കാനും ആഗ്രഹിച്ച വരുമാനം നേടാനും അതിലൂടെ സാധിക്കും. അതിനായി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് ട്രേഡിംഗ് പഠിച്ച് സ്ഥിരമായി പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ട്രേഡിങ്ങിൻ്റെ ബേസിക് വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ്. കൂടാതെ നിങ്ങൾ ഇതുവരെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആലിസ് ബ്ലൂ, അപ്സ്റ്റോക്ക് എന്നീ കമ്പനികളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഷെയറുകൾ വാങ്ങാം, ഇതുപോലെ വാങ്ങി വിൽക്കുകയും ചെയ്യാം. ഷെയറുകൾ വാങ്ങി വിൽക്കുകയും ചെയ്യാം. അതുപോലെ കമ്മോഡിറ്റി, അതായത് ഗോൾഡ്, സിൽവർ ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഇവിടെ നിന്ന് വാങ്ങാനും വിൽക്കാനും സാധിക്കും. അപ്പോൾ മെയിനായിട്ട് ആദ്യം ഷെയറുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഷെയറുകൾ കൂടാതെ മറ്റെന്തെങ്കിലും വിൽക്കാൻ വെക്കാൻ പറ്റുമോ എന്ന് അവർ നോക്കിയപ്പോഴാണ് ഈ ഓപ്ഷൻസ് എന്നുള്ള, അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇറക്കാം. അതായത് കരാറുകൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും വെക്കാം എന്നുള്ള രീതിയിൽ അവരൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറക്കുകയാണ് ചെയ്തത്. ആ ഓപ്ഷൻസ് എന്താണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. നിഫ്റ്റി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 50 കമ്പനികളെ മൊത്തം ഒരു പേരിട്ടിട്ട് അവർ നിഫ്റ്റി 50 എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ട് വിളിക്കുകയാണ്. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. ഇത് ഒരു ഷെയറിൻ്റെ ഗ്രാഫല്ല, നിഫ്റ്റിയുടെ ഇൻഡെക്സ്, ഒരു സൂചിക മാത്രമാണ്. 50 കമ്പനികളുടെ മൊത്തം ഒരു പ്രവർത്തനത്തെ കാണിക്കുന്ന ഒരു സൂചിക. അപ്പോൾ ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ 50 കമ്പനികളും ഏകദേശം പ്രോഫിറ്റിലാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 21,800 നിന്ന് 22 സംതിങ്ങിലേക്ക് ഇത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പോകുന്ന സമയത്തൊക്കെ ഈ കമ്പനികളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് മുന്നോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒറ്റ സൂചിക നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഈ 50 കമ്പനികളും പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ സൂചിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏകദേശം 50 കമ്പനികളും കുറച്ച് മോശത്തിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൂചിക നമുക്ക് ഈ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. നിഫ്റ്റി ഒരു സൂചിക മാത്രമാണ്, ഇൻഡെക്സ് മാത്രമാണ്. ശേഷം ഇനി നമുക്ക് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊരു കരാറുകളാണ്. അതായത് ഇനി മുതൽ ഈ നിഫ്റ്റി അല്ലെങ്കിൽ ഷെയർ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നമ്മൾ നിഫ്റ്റിയുടെ കാര്യം തന്നെ എടുക്കാം. ഓരോ ഷെയറിനും ഓപ്ഷൻസ് ഉണ്ട്. ഒരുവിധം ഒട്ടുമിക്ക ഷെയറിനും ഓപ്ഷൻസ് ഉണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ. അതുപോലെ തന്നെ നിഫ്റ്റിക്കും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നിഫ്റ്റി എന്ന് പറയുന്നില്ല. നിഫ്റ്റി ഇപ്പോൾ 21,800 റേഞ്ചിലാണ് സൂചിക ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇത് ഇനി നിങ്ങളൊരു കുരുമുളകിൻ്റെ വിലയായിട്ട് നിങ്ങൾ കണക്കൂട്ടുക. ഈ നിഫ്റ്റി എന്ന് പറയുന്നതിന് അത് കുരുമുളകാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുരുമുളകിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 21,853 ആണ്. അതായത് 21,850 കുരുമുളകിൻ്റെ റേറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ പോയിട്ട്, ഞാനൊരു കർഷകനല്ല, ഞാനൊരു ഇടനിലക്കാരനാണ്. ഞാനൊരു കർഷകൻ്റെ അടുത്ത് പോയിട്ട്, കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ അടുത്ത്, ഇത് നിഫ്റ്റി അല്ല കുരുമുളകാണെന്ന് നിങ്ങൾ വിചാരിക്കുക. കുരുമുളകിൻ്റെ റേറ്റ് 21,850 ഇപ്പോഴെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ബ്രോക്കറാണ്. ഞാനൊരു കർഷകൻ്റെ, കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ കച്ചവടം ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് എനിക്ക് വേണം, അതായത് നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് ഞാൻ എടുത്തോളാം. ഇപ്പോൾ 21,850 രൂപയുണ്ട് കുരുമുളകിന്. അപ്പോൾ നിങ്ങൾക്ക് ആ വില തന്നെ ഞാൻ തരാം. നിങ്ങളുടെ തോട്ടത്തിലുള്ള മുഴുവൻ കുരുമുളകും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്, വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കരാർ ഉണ്ടാക്കുകയാണ്. ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് ഞാനൊരു കരാർ ഉറപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തരണം 21,850 ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ ഉണ്ടാക്കി കർഷകനുമായിട്ട്. ശേഷം ജസ്റ്റ് ഒരു ടോക്കൺ എമൗണ്ട്, ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ടോക്കൺ എമൗണ്ട് കൊടുക്കും. അതായത് നമ്മൾ ഇപ്പോൾ വാങ്ങിക്കോളാം എന്നല്ല പറയുന്നത്, നമ്മൾ ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങളുടെ, അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് ഞാൻ വാങ്ങിക്കോളാം. ഇപ്പോൾ മാർക്കറ്റിൽ കുരുമുളകിന് 21,850 രൂപയുണ്ട്. അപ്പോൾ ആ റേറ്റിന് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് ഞാനൊരു കരാർ ഉണ്ടാക്കുകയാണ് ആ കർഷകനുമായിട്ട്.
അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കുരുമുളക് വാങ്ങിയിട്ടില്ലെങ്കിൽ ആ കരാർ അസാധുവായി പോകും, നമ്മളെ ടോക്കൺ എമൗണ്ട് വരെ പോവും. അപ്പോൾ ഞാനിവിടെ കൊടുത്ത ടോക്കൺ എമൗണ്ട് 21,850 വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ടോക്കൺ എമൗണ്ട് 171 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നേരെ കാണുന്നില്ലേ 171 എന്നുള്ളത്. ഈ 21,850 ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് കരാർ ഉറപ്പിച്ചിട്ട് ഒരു ടോക്കൺ എമൗണ്ട് 171. അത് നമ്മൾ സ്ഥലക്കച്ചവടമൊക്കെ ചെയ്യാൻ സമയത്ത് പലരും ഉണ്ടല്ലോ ഈ സ്ഥലക്കച്ചവടം ബ്രോക്കർമാർ വന്നെങ്ങാണ്ട് നമുക്കൊരു ടോക്കൺ തന്നെങ്ങാണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇന്ത്യ റുപ്പി സിനിമ കണ്ടിട്ടുണ്ടോ? പൃഥ്വിരാജിൻ്റെ അതെ, ടോക്കൺ കൊടുക്കാന്ന് പറയും. അതായത് ജഗതിയുടെ കയ്യിൽ നിന്ന് പൃഥ്വിരാജ് പൃഥ്വിരാജ് അല്ല വാങ്ങുന്നത്, ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് 1 കോടിയോ 2 കോടിയൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. കൊടുത്തിട്ട് എത്ര കോടി വില ഉള്ളതാണ്, എത്ര കോടിയാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് ജഗതിയുടെ കയ്യിൽ നിന്നത് വാങ്ങി, എന്നിട്ട് ഒന്ന് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ടീമിന് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കായി അതിൻ്റെ അധികാരം, ആ ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് അവരത് വിൽക്കാനുള്ള അധികാരം ഒരു കരാറ് പോലെ ജഗതിയുടെ നിന്ന് വാങ്ങുകയാണ്. എന്നിട്ട് അവരത് കൂടിയ വിലയ്ക്ക് മറ്റുള്ള ആൾക്കാർക്ക് മറിച്ച് വിൽക്കും. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ. അതായത് ഇത് കുരുമുളകാണ്, നിഫ്റ്റി എന്ന് പറയുന്നത് കുരുമുളകാണെന്ന് വിചാരിക്കുക. കുരുമുളകിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് 21,850 രൂപയാണ്. അപ്പോൾ ഞാൻ ഒരു കർഷകൻ്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് ഞാൻ വാങ്ങിക്കോളാം ഒരു ആഴ്ചയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് കരാർ ഉറപ്പിക്കുകയാണ്. എന്നിട്ട് അതിനൊരു ടോക്കൺ എമൗണ്ട് കൊടുക്കും 171 രൂപ. ഞാൻ ടോക്കൺ എമൗണ്ട് കൊടുക്കും. ഇപ്പോൾ 171 രൂപയ്ക്ക് ഞാനൊരു കരാർ ഉറപ്പിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുരുമുളക് എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ മാത്രമാണോ ഈ ഒരു ബ്രോക്കറായിട്ട് ഉണ്ടാവുക? ഒരുപാട് പേരുണ്ടായിരിക്കും, ഒരുപാട് കർഷകരും ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ മറ്റൊരു വ്യക്തി പോയിട്ട് മറ്റൊരു കുരുമുളക് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഒരു കരാർ ഉറപ്പിക്കും. അതായത് ഇപ്പോൾ കുരുമുളകിന് 21,800 ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ തോട്ടത്തിലുള്ള കുരുമുളക് ഞാൻ വാങ്ങിക്കോളാം, അല്ല 21,850 ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ തോട്ടത്തിലുള്ള കുരുമുളക് ഞാൻ വാങ്ങിക്കോളാം. പക്ഷേ 21,000 ഇപ്പോഴത്തെ റേറ്റിനൊന്നും വാങ്ങാൻ സാധിക്കില്ല, കാരണം കുരുമുളകിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണല്ലോ വാങ്ങുക, അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിലാണല്ലോ വാങ്ങുക. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് കുരുമുളക് വാങ്ങാനാകുമ്പോഴേക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 50 രൂപയെങ്കിലും കുരുമുളകിന് കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 21,800 ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ തോട്ടത്തിലുള്ള കുരുമുളക് മുഴുവൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ ഉറപ്പിക്കുകയാണ്. അതിനും ഒരു ടോക്കൺ കൊടുക്കുകയാണ്, ഒരു 197 രൂപ അവർ ഇവിടെ ടോക്കൺ കൊടുത്തിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയ കരാറുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനെയാണ് ഓപ്ഷൻസ് എന്ന് പറയാം. അതായത് അതായത് ഓരോരുത്തരുണ്ടാക്കിയ കരാറുകൾ. ഇപ്പോൾ കുരുമുളകിൻ്റെ വില 21,850 നിൽക്കുമ്പോൾ 21,850 ഒരു കർഷകൻ്റെ നിന്ന് ഒരാൾ പോയിട്ട് കരാറുണ്ടാക്കിയതാണ് ഈ കാണുന്നത്. 21,850 എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ എമൗണ്ട്. ഈ ടോക്കൺ എമൗണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 171 രൂപ എന്നുള്ളത്. അപ്പോൾ മറ്റൊരു കർഷകൻ്റെയൊക്കെ പോയിട്ട് മറ്റൊരു വ്യക്തി പോയിട്ട് ഉണ്ടാക്കിയ കരാർ 21,800 ഉണ്ടാക്കി. അതായത് 21,800 ഞാൻ നിങ്ങളേക്കൊന്ന് കുരുമുളക് വാങ്ങിക്കോളാം, കാരണം കുരുമുളകിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറയാനാണ് സാധ്യത. അതുകൊണ്ട് 21,000 ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് തരാൻ സാധിക്കില്ല, 21,800 ഞാൻ വേണമെങ്കിൽ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, അപ്പോൾ കർഷകൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ 21,800 ഒരു കരാറുണ്ടാക്കും, അതൊരു ജസ്റ്റ് ഒരു ടോക്കൺ എമൗണ്ട് കൊടുക്കും. അതുപോലെ മറ്റൊരു കർഷകൻ്റെ അടുത്ത് പോയിട്ട് മറ്റൊരു വ്യക്തി ജസ്റ്റ് ഒരു കരാർ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കർഷകൻ പറഞ്ഞു കുരുമുളകിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ 21,850 ഞാൻ തരില്ല, വേണമെങ്കിൽ 21,900 ഞാൻ തരാം, അല്ലെങ്കിൽ 22,000 ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് കർഷകൻ പറയണം. അപ്പോൾ അത് സമ്മതിച്ചിട്ട് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കണം. കാരണം റേറ്റ് ഇങ്ങനെ പോയാൽ എന്തായാലും കൂടും. ഒരു മാസത്തിൻ്റെ ഉള്ളിലാണല്ലോ നിങ്ങൾ കുരുമുളക് എടുക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിലാണല്ലോ കുരുമുളക് എടുക്കുക. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ കുരുമുളകിൻ്റെ റേറ്റ് 21,900 ഇപ്പോൾ 21,850 ഉള്ളൂ. എന്നിരുന്നാൽ പോലും 21,900 മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 21,900 എനിക്ക് തന്നാലേ എൻ്റെ തോട്ടത്തിലെ കുരുമുളക് തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. 143 രൂപയ്ക്ക് ഒരു ടോക്കൺ കൊടുത്ത് കരാർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ കരാറുകളാണ്, ഫുള്ളായിട്ട് കരാറുകളാണ്. ഈ കരാറുകളും നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ഇൻഡെക്സ് ആണ്, നിഫ്റ്റി വാങ്ങാൻ സാധിക്കില്ല, ഒരു സൂചികയാണ്, കാരണം ഒരു ഷെയർ അല്ലല്ലോ അത്. അപ്പോൾ
അതുകൊണ്ട് നിഫ്റ്റി നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. എന്നാൽ ഷെയറുകൾ നമുക്ക് വാങ്ങാം. ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയറാണ്, അതിനൊരു അടിസ്ഥാനമുണ്ട്. ആ കമ്പനി നന്നായിട്ട് പ്രവർത്തിക്കുന്നതനുസരിച്ച് ഷെയറിൻ്റെ വില കൂടും. കമ്പനി മോശം രീതിയിൽ പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ട് ഷെയറിൻ്റെ വില കുറയും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ 878 ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓപ്ഷനാണ് ഇത്, അതായത് കരാറുകളാണ് ഇത്. ഇപ്പോൾ 878 ഇപ്പോൾ സ്പോട്ട് പ്രൈസ്, അതായത് 878 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 870 ഈ കണക്കിന് പോവുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്, ഷെയർ കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 870 ഒരു ടോക്കൺ കൊടുത്തിട്ട് 870 ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ കൊടുത്തിട്ട് 41 രൂപയുടെ ഒരു ടോക്കൺ കൊടുത്തിട്ട് ഒരു കച്ചവടം ഉറപ്പിച്ച കരാറാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള കരാറുകൾ വെറും 10 പോയിന്റ് ഡിസ്റ്റൻസിൽ ഓരോരുത്തർ കരാറുണ്ടാക്കിയതാണത്. നിഫ്റ്റിയുടെ കേസ് ആകുമ്പോൾ 50 പോയിന്റ്, അതായത് 50ന്റെ ഗുണിതങ്ങളുള്ള കരാറുകളായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. അതായത് 21,850, 21,900, 21,950 അല്ല, അതുപോലെ 21,800, 21,750 ആ രീതിയിലാണ് നിഫ്റ്റിയുടെ കേസിൽ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് കുരുമുളകാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ള കരാറുകൾ ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ കുരുമുളകിന് പകരം ഇവിടെ നിഫ്റ്റി ആണെന്നുള്ളൂ. അപ്പോൾ ഈ നിഫ്റ്റി ഇങ്ങനെ പോവുകയാണെങ്കിൽ 21,850 ഇപ്പോൾ നിൽക്കുന്നത്. അത് ഈ കണക്കിന് പോവുകയാണെങ്കിൽ 21,900 ഒരാഴ്ചയുടെ ഉള്ളിൽ 900ന്റെ മുകളിൽ പോകും. അപ്പോൾ 21,900 ഞാൻ വാങ്ങിക്കോളാം നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് 143 രൂപ കൊടുത്തിട്ട് ഒരു കരാറുണ്ടാക്കിയതാണ് ഈ കാണുന്നത്. 21,950 വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ കൊടുത്തിട്ട് കരാറുണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കരാറുകളൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ കരാറുകളാണ് ഇനി നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 21,850 നിഫ്റ്റി വാങ്ങുകയാണെങ്കിൽ അതൊരു 50 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 50 രൂപയെ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ 21,850 വാങ്ങിക്കഴിഞ്ഞാൽ. എന്നാൽ നമുക്ക് ഈ കരാറാണ് വാങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 21,850 ഈ കരാർ 171 രൂപയുടെ ഈ കരാറാണ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ 171 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു തുക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 99 രൂപ 22,000 ഉറപ്പിച്ച ഈ കരാർ, ഈ ടോക്കണാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ വെറും 99 രൂപ കൊടുത്താൽ മതി ഒന്ന് വാങ്ങാൻ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, 22,000 അവരുണ്ടാക്കിയ കരാറാണ് ഈ 99 രൂപ എടുത്ത് കാണുന്നത്. അപ്പോൾ 99 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കരാർ വാങ്ങാൻ സാധിക്കും. ശേഷം നിഫ്റ്റി മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിലും മൂവ്മെൻറ്റ് വരും. അപ്പോൾ ഈ 99 രൂപയിൽ നമുക്കൊരു 100 എണ്ണം വാങ്ങാൻ എത്ര മതി? ഒരു 9,000, അതായത് 10,000 രൂപയ്ക്ക് താഴെ മതി. 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു 100 എണ്ണം വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിഫ്റ്റി ഒരു 10 പോയിന്റ് മൂവ് ആകുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 10 പോയിന്റിനടുത്ത് പ്രോഫിറ്റ് കിട്ടും. ഇതിൽ മൂവ്മെൻ്റ് ആവുന്നതിന് ചെറിയ കണക്കുകളുണ്ട്, അത് നമുക്ക് പഠിക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് തന്നെ പഠിക്കുക. അതായത് ഈ നിഫ്റ്റി മൂവ് ആവുന്നതിനനുസരിച്ചിട്ട് ഈ കരാറുകളും ഏകദേശം അതേ രീതിയിൽ മൂവ് ആവും. അപ്പോൾ നിഫ്റ്റിയിൽ വരുന്ന മൂവ്മെൻറ്റ് നമുക്ക് ഇതിലും കിട്ടും. അപ്പോൾ ചെറിയ വിലയ്ക്ക് നമുക്കിത് വാങ്ങാനും സാധിക്കും. ഇവിടെ മൂവ് ആവുന്നതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ എടുക്കാനും സാധിക്കും. അപ്പോൾ നിഫ്റ്റി ആകുമ്പോൾ നമുക്ക് 21,000 കൊടുത്തിട്ടൊന്നും വാങ്ങിക്കഴിഞ്ഞാലും ഒക്കെ നഷ്ടമാണ്. അതായത് വെറും ഒരു 10 പോയിന്റ് പൊന്തിയാൽ 10 രൂപ നമുക്ക് കിട്ടുള്ളൂ. അത് 21,900 കൊടുത്തിട്ട് ഇവിടെ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഈ കരാർ 99 രൂപയുടെ ഈ കരാർ നമുക്ക് 100 എണ്ണം വാങ്ങാൻ സാധിക്കും. 100 എണ്ണം വാങ്ങിയാൽ 10 പോയിന്റ് കയറുമ്പോൾ തന്നെ നമുക്ക് 1000 രൂപ ലാഭം കിട്ടും. അപ്പോൾ അതാണ് ഈ ഓപ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരുപാട് പേര് ഈ കരാറുകൾ വാങ്ങിയിട്ട് ട്രേഡ് ചെയ്യാനും വരും. സർക്കാരിന് കൂടുതൽ ടാക്സ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കരാറുകളും കൂടി മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, എന്നിരുന്നാൽ പോലും കുറച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും ജസ്റ്റ് നോക്കുക. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി പറഞ്ഞു തരാം. സാദിഖ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആ സാർ, ഓക്കെ ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ മാത്രമല്ല നമുക്ക് വാങ്ങാൻ സാധിക്കുക, ഓപ്ഷൻസും നമുക്ക് വാങ്ങാൻ സാധിക്കും. പല ഷെയറിനും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് കരാറുകൾ, ഒന്നിനനുകരിച്ച് ഉണ്ടാക്കിയ കരാറുകളാണ് ഈ കാണുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ കരാറുകളും നമുക്ക് വാങ്ങാൻ സാധിക്കും. അതിനെയാണ് ഓപ്ഷൻസ് എന്ന് പറയുക. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്നാണ് പറയുക. ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭാവിയിലുള്ളൊരു ഇൻഡെക്സ് കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഫ്യൂച്ചറിനെ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് നിഫ്റ്റി വാങ്ങാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. നിഫ്റ്റി വാങ്ങാൻ പറ്റില്ല. കാരണം നിഫ്റ്റി ഒരു ഷെയർ അല്ല, ഒരു കമ്പനിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഷെയർ അല്ല. ഒരു 50 കമ്പനികളുടെ ജസ്റ്റ് ഒരു ആവറേജ് കാണിക്കുന്ന ഒരു സൂചിക മാത്രമാണ്. അപ്പോൾ സൂചിക വാങ്ങി സൂക്ഷിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ലല്ലോ, അതിനൊരു അടിത്തറയില്ലല്ലോ. അപ്പോൾ നിഫ്റ്റി വിൽക്കാൻ വെക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വിൽക്കാൻ വെക്കാം എന്ന് അവർ ഉദ്ദേശിക്കുകയും നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ഇറക്കുകയും ചെയ്തു. പക്ഷേ നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അതേ വില തന്നെയായിരിക്കും. നിഫ്റ്റി എന്തായാലും സൂചിക അതിൽ കച്ചവടം നടത്താൻ അവർ അനുവദിക്കില്ല. നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് വെച്ചിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയും പ്രോഫിറ്റ് കിട്ടുക, നിഫ്റ്റി മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നിഫ്റ്റി ഫ്യൂച്ചർ മുകളിലോട്ട് പോകും, നിഫ്റ്റി താഴത്തോട്ട് പോകുന്നതിനനുസരിച്ച് നിഫ്റ്റി ഫ്യൂച്ചറും താഴത്തോട്ട് വരും. അപ്പോൾ അതിൽ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ അതിൽ ഏകദേശം നിഫ്റ്റിയുടെ അതേ റേറ്റാണ്, 21,800 സംതിങ്ങിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചെറിയ വ്യത്യാസത്തിൽ കുറവിലോ ഒക്കെയാണ് നിഫ്റ്റി ഫ്യൂച്ചർ ഓടിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അത്രയും വില കൊടുത്തിട്ട് ഒരുപാട് റീറ്റെയിലേഴ്സ് ഒന്നും ട്രേഡ് ചെയ്യാൻ വരില്ല. അവർക്ക് അതിനെക്കാട്ടി നല്ലത് ഷെയർ വാങ്ങി വിൽക്കുന്നതാണ്. പക്ഷേ ഷെയർ വാങ്ങി വിൽക്കുന്നതിന് ഒത്തിരി ഷെയർ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു കമ്പനിക്ക് ഒരു നിശ്ചിത ഷെയറേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ കച്ചവടം വളരെ കുറവായിരിക്കും. അപ്പോൾ മറ്റെന്തെങ്കിലും വിൽക്കാൻ വെക്കാൻ വാങ്ങലും വിൽക്കലും നടത്താൻ സാധിക്കുമോ എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ്. എന്നാൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ, ഈ ഷെയറിനും നിഫ്റ്റിക്കൊക്കെ ഓപ്ഷൻസ് ഉണ്ടാക്കാം. അതായത് കരാറുകൾ ഉണ്ടാക്കിയിട്ട് ആ കരാറുകൾ വിൽക്കാൻ വെക്കാം എന്നുള്ള ഒരു ടേംസ് അവർ ഇറക്കിയിട്ട് ഇതുപോലെയുള്ള കരാറുകളാക്കി മാറ്റിയത്. നിഫ്റ്റി 50ൻ്റെ ഗുണിതങ്ങളുള്ള കരാറുകളായിട്ട്, അതായത് നിഫ്റ്റി 50ൻ്റെ ഗുണിതങ്ങളുള്ള പീസുകളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ട് അതിനൊക്കെ ഓരോരോ ചെറിയ റേറ്റ് ഇട്ടിട്ടുണ്ട്. നിഫ്റ്റി 21,853 ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 50ൻ്റെ ഗുണിതങ്ങളുള്ള 21,850, 21,900, 21,950, 22,000 അങ്ങനെയുള്ള 50ൻ്റെ പീസുകളാക്കിയിട്ട് വെട്ടിമുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ ചെറിയ എമൗണ്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഈ കരാറുകളാണെന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി. നിഫ്റ്റിയെ അതുപോലെ ഷെയറുകളൊക്കെ ഇതുപോലെ വെട്ടിമുറിച്ചിട്ടുണ്ട്. നിഫ്റ്റിയെ വെട്ടിമുറിച്ചിരിക്കുന്നത് 50ൻ്റെ ഗുണിതങ്ങളുള്ള കഷ്ണങ്ങളായിട്ടാണ്. ഇപ്പോൾ 21,850 ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ 21,900, 21,980, 21,800, 21,750 അങ്ങനെ 50ൻ്റെ ഗുണിതങ്ങളുള്ള കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിച്ചിട്ടുണ്ട്. അതേ ആ കഷ്ണങ്ങൾക്കൊക്കെ ഓരോരോ റേറ്റും ഇട്ടിട്ടുണ്ട്. 171 രൂപ, 197 രൂപ, 231 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാണുന്നതൊക്കെ അതിൻ്റെ റേറ്റാണ്. ഈ പീസിൻ്റെ റേറ്റാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. പക്ഷേ ശരിക്കിത് പീസുകളാണെന്നൊന്നും പറയരുത്, കരാറുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരാറുകളാണ്. 21,800 വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടൊരു ടോക്കൺ എമൗണ്ട് കൊടുത്തിട്ട് 2 പേരുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ ഈ കാണുന്നത് 197 രൂപയ്ക്ക്. ശേഷം ഈ കരാറുകളാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിഫ്റ്റി 21,850 നിൽക്കുന്നത്. അപ്പോൾ 21,800 വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കരാറാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കുരുമുളകാണെന്ന് തന്നെ സങ്കല്പിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് കുരുമുളക് 21,800 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കോളാം എന്ന് കർഷകനോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കരാറാണ്. ഒരു 197 രൂപ ടോക്കൺ കൊടുത്തിട്ടുണ്ടാക്കിയ കരാറാണ് ഈ കാണുന്നത്. അപ്പോൾ ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 21,800 നിന്നൊക്കെ 21,850 കുരുമുളക് കയറി. അതായത് 21,850 കുരുമുളക് കയറി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 21,900 മാർക്കറ്റിൽ കുരുമുളകിൻ്റെ റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 21,800 കരാർ വാങ്ങാൻ ആൾക്കാർ കൂടുതലായിട്ട് വരും. അതായത് ഇത് ഞാൻ ഉണ്ടാക്കിയ കരാറാണ്, ഞാൻ കർഷകൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ കരാറാണ് 197 രൂപ കൊടുത്തിട്ട്. അപ്പോൾ എന്നോട് അടുത്ത ആൾ വന്നിട്ട് പറയും, നീ ഉണ്ടാക്കിയ കരാർ എനിക്ക് തന്നോളാം, നീ ടോക്കണായിട്ട് 197 രൂപയല്ലേ കൊടുത്തത്, ഞാൻ വേണമെങ്കിൽ നിനക്ക് 250 രൂപ തരാം, ആ കരാർ എനിക്ക് തന്നോളാം എന്ന് പറയും. കാരണം എന്താ, 21,800 കുരുമുളക് വാങ്ങിയിട്ട് 21,900 മറിച്ച് വിൽക്കാൻ സാധിക്കും. കാരണം കുരുമുളകിൻ്റെ റേറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് 21,900 മറിച്ച് വിൽക്കാൻ സാധിക്കും, നല്ല ലാഭം കിട്ടും. അപ്പോൾ നിൻ്റെ ആ കരാർ എനിക്ക് തന്നാളാ എന്ന് പറഞ്ഞിട്ട് ഈ കരാറ് മറിച്ച് വാങ്ങാൻ, എൻ്റെ കയ്യിൽ നിന്ന് മറിച്ച് വാങ്ങാൻ വേണ്ടി ആൾക്കാരുണ്ടായിരിക്കും. അതായത് നീ ടോക്കൺ എമൗണ്ട് 197 രൂപയല്ലേ കൊടുത്തത്, ഞാൻ 297 രൂപ തരാം, അതായത് 100 രൂപ അധികം തരാം, എനിക്ക് തന്നാളാം. എന്നെ സംബന്ധിച്ച് എനിക്കത് ലാഭമായി. നമ്മളിവിടെ ടോക്കൺ എമൗണ്ട് കൊടുത്തതിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് എനിക്ക് കിട്ടി, 100 രൂപ ലാഭം കിട്ടി. ഞാൻ ആ ടോക്കൺ മറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ കരാറുകൾ ആണ് ഇവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇതിനെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇനി 21,850 CEP എന്ന് പറഞ്ഞിട്ട് ഇതിൽ സിയും പിയും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇതിനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുക. അതായത് ഇങ്ങനെ വെട്ടിമുറിച്ച പീസിന് ഇപ്പോൾ ഈ കരാറുകളൊക്കെ റേറ്റ് കൂടുന്നത് എങ്ങനെയാണ്, നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും മുകളിലോട്ട് പോകും, നിഫ്റ്റി താഴത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും താഴത്തോട്ട് വരും. അങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കോൾ ഓപ്ഷൻ എന്നാണ് പറയുക. നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ എന്നാണ് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ, സിസ്റ്റത്തിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന
ഇതിനെ കോൾ ഓപ്ഷൻ എന്ന് പറയാം. അതായത് കോൾ ഓപ്ഷനൊക്കെ നിഫ്റ്റി ഇതിൻ്റെ റേറ്റ് മുകളിലോട്ട് പോവുക. ഇപ്പോൾ 171 രൂപയുടെ ഈ കരാറ് ഞാൻ 21,880 രൂപയുടെ 171 രൂപയുടെ ഈ കരാറ് ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിഫ്റ്റി 21,880 21,900 പോകുമ്പോൾ ഈ കരാറിൻ്റെ വിലയും കൂടും. 21,50 രൂപ ഇവിടെ 50 രൂപ മൂവ് ചെയ്യുമ്പോൾ ഇതിലും ഒരു ഏകദേശം 50 രൂപ മൂവ്മെൻറ്റ് വരും. 100 രൂപ ഇവിടെ മൂവ്മെൻറ്റ് ആയി നടന്നു കഴിഞ്ഞാൽ ഈ കരാറിൻ്റെ വില 171 എന്നുള്ളത് 271 ആയി മാറും. അപ്പോൾ ഇതിൽ 100, 200, 500 രൂപയുടെ ഒക്കെ വ്യത്യാസം വരും നിഫ്റ്റി മൂവ്മെൻറ്റിനനുസരിച്ച്. അപ്പോൾ നിഫ്റ്റി മുകളിലോട്ട് റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ കരാറിൻ്റെ റേറ്റും അതുപോലെ കൂടും. നിഫ്റ്റി താഴത്തോട്ട് റേറ്റ് കുറയുന്നതിനനുസരിച്ച് ഈ കരാറിൻ്റെ റേറ്റും താഴത്തോട്ട് വരും. അപ്പോൾ ഈ കാണുന്നതിന് കോൾ ഓപ്ഷൻ എന്ന് പറയും. 21,880 കോൾ ഓപ്ഷൻ 171 രൂപ, 21,800 കോൾ ഓപ്ഷൻ CE, അതായത് കോൾ ഓപ്ഷൻ CE എന്നാണ് നമ്മുടെ ചാർട്ടിൽ കാണുക. നിങ്ങൾ സെലക്ട് ചെയ്യുക, അതായത് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ 21,800 CE എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ. ആ കോൾ ഓപ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. 21,800 CEൻ്റെ കോൾ ഓപ്ഷൻ്റെ വില 197 രൂപയാണ്. കണ്ടോ എത്രയും 21,800 197 രൂപ 55 പൈസ 197 രൂപ 55 പൈസ കോൾ ഓപ്ഷൻ. അപ്പോൾ CE എന്ന് പറഞ്ഞിട്ടാണ് കാണുക. അതിൻ്റെ ഡേറ്റും ഉണ്ടായിരിക്കും ഇവിടെ. അതായത് ഇതൊക്കെ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള കരാറാണല്ലോ ഉണ്ടാക്കുക. ഇവിടെ ആഴ്ചയിലാണ് ഇതിൻ്റെ കരാറിനൊക്കെ വാല്യൂ ഉള്ളത്. അതായത് ഒരാഴ്ചയുടെ ഉള്ളിൽ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കരാറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യാഴാഴ്ചയുടെ ഉള്ളിൽ ഈ കരാറുകളുടെ ഒക്കെ കാലാവധി തീരും. സാധാരണ പൊതുവെ എക്സ്പയറി വരാറ് വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞാൽ വീണ്ടും വെള്ളിയാഴ്ച മുതൽ അടുത്ത വ്യാഴം വരെ പുതിയ കരാറുകൾ ഉണ്ടാക്കും. അപ്പോൾ ആ കരാറിൽ ട്രേഡ് ചെയ്യാം. വ്യാഴാഴ്ച ആകുമ്പോൾ തന്നെ ഈ കരാറുകൾ അവസാനിക്കും. അതായത് ഒരു പൃഥ്വിരാജൊക്കെ 2 മാസത്തിനുള്ളിൽ ഫ്ലാറ്റ് മറിച്ച് വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ജഗദീച്ചേട്ടൻ്റെയൊക്കെ കരാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഫ്ലാറ്റ് മറിച്ച് വിൽക്കാൻ പൃഥ്വിരാജിന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ ജഗദീച്ചേട്ടന് കൊടുത്ത നമ്മുടെ ടോക്കൺ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. അത് നമുക്ക് തിരിച്ച് കിട്ടില്ല. നമുക്കത് മറിച്ച് വിൽക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ 2 മാസമൊന്നുമില്ല, വെറും ഒരാഴ്ചയാണ് ഈ കരാറിൻ്റെ ഒക്കെ കാലാവധി. ഒരാഴ്ചയുടെ ഉള്ളിൽ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കരാർ ഉണ്ടാക്കിയത്. അപ്പോൾ 21,800 ഒരു കരാർ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ആകുമ്പോൾ 21,850 ആണെങ്കിൽ ഇതിൻ്റെ വില കൂടിയിട്ടുണ്ടായിരിക്കും. വ്യാഴാഴ്ച എന്നല്ല, 21,800 മുകളിലോട്ട് കുരുമുളകിൻ്റെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഈ വില കൂടുന്നതിനനുസരിച്ച് ഈ കരാറിൻ്റെ ഒക്കെ വില കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഈ കരാറൊക്കെ വാങ്ങാം. നിഫ്റ്റി വില കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ വില കൂടും, ലാഭം എടുക്കാം. നിഫ്റ്റി വില കുറയുന്നതനുസരിച്ചിട്ട് ഇതും നഷ്ടത്തിലേക്ക് പോകും. അപ്പം നമുക്ക് ഈ ഷെയർ വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന പോലെ ഇതും നമുക്ക് വാങ്ങുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. വാങ്ങുമ്പോൾ റേറ്റ് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ലാഭം കിട്ടും. എന്നാൽ ആദ്യം തന്നെ നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് താഴത്തോട്ട് പോകുന്നതനുസരിച്ചിട്ടാണ് ലാഭം വരിക. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷെയർ സെല്ല് ചെയ്യുന്ന പോലെ അല്ല. ഷെയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 20 പോയിൻറ്റ് 30 പോയിൻ്റൊക്കെ വ്യത്യാസമേ വരുള്ളൂ. അല്ലെങ്കിൽ 50 പോയിൻ്റ്, അതായത് ഷെയറിൻ്റെ വില ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിൻ്റെ വില 878 ആണെങ്കിൽ ഒറ്റ ദിവസം ഈ 878 രൂപയുടെ വ്യത്യാസമൊന്നും വരില്ല. അതായത് നമ്മളിപ്പോൾ ഇത് സെല്ല് ചെയ്യാൻ 878 രൂപ കൊടുക്കണം. അപ്പോൾ 20, 50 അല്ലെങ്കിൽ 100 പോയിൻറ്റിൻ്റെ ഒക്കെ വ്യത്യാസമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്ത് ഓപ്പോസിറ്റ് സംഭവിക്കുകയാണെങ്കിൽ പോലും 100 രൂപയുടെ വ്യത്യാസമാണ് ഓപ്പോസിറ്റ് സംഭവിച്ചെന്നുണ്ടെങ്കിൽ 100 രൂപ നമുക്ക് നഷ്ടം വരുള്ളൂ. നമ്മൾ ഓൾറെഡി 878 രൂപ കൊടുത്തിട്ടാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങുമ്പോൾ നമുക്ക് 878 രൂപ കൊടുത്താൽ മതി. മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ലാഭം കിട്ടും. എത്ര പോയിന്റ് കയറിയാലും ലാഭം കിട്ടും. താഴത്തോട്ട് വരുന്നതിനനുസരിച്ചിട്ട് നഷ്ടം വരും. താഴത്തോട്ട് വരികയാണെങ്കിൽ പോലും മാക്സിമം വരാനുള്ളത് 878 രൂപയുള്ളൂ. അത് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ നിഫ്റ്റിയുടെ കാര്യത്തിൽ മൂവ്മെൻറ്റ് 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ മൂവ്മെൻറ്റ് സംഭവിക്കും. അതായത് 100, 500, 1000 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് സംഭവിക്കും. ഇപ്പോൾ 171 രൂപയുടെ ഈ കരാറാണെന്നുണ്ടെങ്കിൽ ഇത് 271, 371, 471, 571 ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആവും. അതുകൊണ്ടാണ് പലരും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്. അതായത് മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഒരുപാട് നേരം കാത്തിരിക്കേണ്ടതൊന്നും ആവശ്യമില്ല. 100 പോയിൻറ്റും 500 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് വരും. ഇപ്പോൾ 171 രൂപയത് അല്ലെങ്കിൽ ഈ 99 രൂപ 22,000 കരാറ് നിങ്ങൾ 99 രൂപയ്ക്ക് 100 എണ്ണം വാങ്ങിയെന്ന് വിചാരിക്കുക. ഏകദേശം 9,000 10,000 താഴെ മതി റേറ്റ് ഒരു 100 എണ്ണം വാങ്ങാൻ. 50 എണ്ണം വാങ്ങാൻ, അതായത് ഇതൊക്കെ മിനിമം ഇത്ര എണ്ണം വാങ്ങണമെന്നുണ്ട് കേട്ടോ. ഈ ഓപ്ഷൻസ്, ഈ ഷെയർ വാങ്ങുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങാം. 1 വേണമെങ്കിൽ 1 വാങ്ങാം, 10 എണ്ണം വേണമെങ്കിൽ 10 എണ്ണം വാങ്ങാം. പക്ഷേ ഈ ഓപ്ഷൻസ് വാങ്ങുമ്പോൾ മിനിമം ഇത്ര എണ്ണം വാങ്ങണം എന്നുണ്ടായിരിക്കും. അതായത് ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് സാധനം എടുക്കുന്ന പോലെ മിനിമം നിങ്ങളൊരു 100 എണ്ണം വാങ്ങണം, 200 എണ്ണം വാങ്ങണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെയാണ് നിഫ്റ്റി മിനിമം ഒരു 50 എണ്ണമാണ് വാങ്ങേണ്ടത്. നിങ്ങൾക്ക് ഒന്ന് മാത്രമായിട്ട് കിട്ടില്ല, മിനിമം ഒരു 50 എണ്ണം എന്നുള്ള രീതിയിലാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഈ 99 രൂപയുടെ 50 എണ്ണം വാങ്ങാൻ നിങ്ങൾക്ക് 5000 രൂപയുടെ അടുത്ത് 5000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി വരും. 100 എണ്ണം വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് 10000 രൂപയുടെ അടുത്ത് വേണ്ടി വരും. അപ്പോൾ 5000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ ട്രേഡ് ചെയ്ത് തുടങ്ങാം. 5000 രൂപ വേണമെന്നില്ല, താഴെയുള്ളതൊക്കെ നിങ്ങൾക്ക് അതിലും കുറവിൽ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതൊരു 50 എണ്ണം വാങ്ങിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 എണ്ണം വാങ്ങിയെന്ന് വിചാരിക്കുക. 10000 രൂപ കൊടുത്തിട്ട് 99 രൂപയരുത്. അപ്പോൾ നിഫ്റ്റി ഒരു 200-500 പോയിന്റ് മൂവ്മെൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ലാഭം കിട്ടും, എന്നാൽ താഴത്തോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നഷ്ടം വരും. താഴത്തോട്ട് പോകുകയാണെങ്കിൽ 99 രൂപയുടെ എത്രയാണ് താഴത്തോട്ട് പോകാൻ മാക്സിമം പോകുകയാണെങ്കിൽ പോകുള്ളൂ, 0 വരെയല്ലേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 99 രൂപയെ നഷ്ടം വരുള്ളൂ. അത് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ മാർക്കറ്റിന് കൊടുത്തിട്ടാണ് ഇത് ബൈ ചെയ്യുന്നത്. 99 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ 99 രൂപ നമ്മൾ മാർക്കറ്റിന് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ആ സാധനം എടുത്ത് നമ്മൾ കയ്യിൽ വെക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളത് മറിച്ച് വിൽക്കുമ്പോൾ ഏറ്റവും മാക്സിമം അതിൻ്റെ വില കുറയാനുള്ളത് 0 വരെ കുറയാനുള്ളൂ. അപ്പോൾ 0 വരെ കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ ആദ്യം കൊടുത്ത് 99 രൂപയെ നഷ്ടം വരുള്ളൂ. പക്ഷേ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ലാഭം കിട്ടി. 99 രൂപയുടെ 200 രൂപയും 500 രൂപയും 600 രൂപയും 1000 രൂപയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുകളിലോട്ട് എത്ര പോയാലും നമുക്ക് ലാഭമാണ്. കാരണം ഇത് 99 രൂപയ്ക്ക് വാങ്ങി വെച്ച് മുകളിലോട്ട് ഒരു 100 പോയിന്റ് പോയാലും 500 പോയിന്റ് പോയാലും ഒക്കെ ലാഭമാണ്. എന്നാൽ ഇത് സെല്ല് ചെയ്യുന്നവർക്ക്, ആദ്യം തന്നെ സെല്ലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 99 രൂപയുടെ താഴത്തോട്ട് പോകുന്നതിന് അനുസരിച്ചിട്ടാണല്ലോ അവർക്ക് പ്രോഫിറ്റ് കിട്ടുക. സെല്ല് ചെയ്യുന്നവർക്ക് നമുക്കറിയാം റേറ്റ് കുറയുന്നതനുസരിച്ചിട്ടാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ സെല്ല് ചെയ്യുന്നവർക്ക് ഇത് താഴത്തോട്ട് മാക്സിമം പോകാനുള്ളത് 0 വരെ പോകാനുള്ളത്. അപ്പോൾ അവർക്ക് മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് 99 രൂപയാണ്. 99 രൂപയ്ക്ക് വാങ്ങിയിട്ട് താഴത്തോട്ട് മാക്സിമം 10 പോയിന്റ് താഴത്തോട്ട് പോയാൽ 10 രൂപ നമുക്ക് ലാഭം കിട്ടും. 80 രൂപ അതുപോലെ മാക്സിമം പോയാൽ 0 വരെ പോകും. അപ്പോൾ 99 പോയിന്റ് താഴത്തോട്ട് മാക്സിമം ഇത് പോവുള്ളൂ, 0 വരെ പോവുള്ളൂ. അപ്പോൾ 99 രൂപയാണ് അവർക്ക് ലാഭം കിട്ടുക സെല്ല് ചെയ്യുന്നവർക്ക്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവർ വിചാരിച്ചതിന് വിപരീതമായിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് 99 പോയിന്റിൻ്റെ മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. 99 പോയിന്റ് വരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമ്മൾ ഓൾറെഡി 99 രൂപ മാർക്കറ്റിന് കൊടുക്കുന്നുണ്ട്, അതുവരെയുള്ള നഷ്ടം മാർക്കറ്റ് ആ 99 രൂപയിൽ നിന്ന് എടുക്കും. പക്ഷെ അതിൻ്റെ മുകളിലോട്ട് പോയാലോ 200 പോയിന്റ് 300 പോയിന്റ് ഒക്കെ മുകളിലോട്ട് പോകുമ്പോൾ ഈ നഷ്ടമൊക്കെ ആരുടെ കയ്യിൽ നിന്നോ മാർക്കറ്റ് ഈടാക്കുക, അപ്പോൾ ഈടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെല്ല് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്യാഷ് മാർക്കറ്റ് ഓൾറെഡി വാങ്ങി വയ്ക്കും. അതായത് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ഒരു 50,000 രൂപയുടെ അടുത്ത് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ വേണം. ഒരു ചെറിയ ഒരു ഓപ്ഷൻസ് ആണെങ്കിൽ പോലും നമുക്ക് ആദ്യം സെല്ലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബൈ ചെയ്യാൻ ജസ്റ്റ് ഇതിൻ്റെ ക്യാഷ് മാത്രം കൊടുത്താൽ മതി. അതായത് 99 രൂപയിലാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 99 ഇൻറ്റും മിനിമം 50 എണ്ണമാണല്ലോ വാങ്ങേണ്ടത്. അപ്പോൾ 50 അതിന് 5000 രൂപയുടെ അടുത്തേ വരുള്ളൂ ബൈ ചെയ്യുന്നവർക്ക്. കാരണം അവർക്ക് താഴത്തോട്ട് പോകുമ്പോഴാണ് നഷ്ടം വരിക. നഷ്ടം മാക്സിമം പോകാനുള്ള 99 പോയിൻ്റേ ഉള്ളൂ. അത് ഓൾറെഡി നമ്മൾ പേ ചെയ്യുന്നുണ്ട് 5000 രൂപയുടെ അടുത്ത്. മുകളിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റാണ്, അത് എത്ര ആണെങ്കിലും നമുക്ക് കിട്ടും. എന്നാൽ സെല്ല് ചെയ്യുന്നവർക്ക് ഇത് താഴത്തോട്ട് പോകുമ്പോഴാണ് പ്രോഫിറ്റ്. അപ്പോൾ മാക്സിമം കിട്ടാനുള്ള പ്രോഫിറ്റ് 50 എണ്ണം വാങ്ങണമെങ്കിൽ 5000 രൂപയുടെ അടുത്താണ്. പക്ഷേ മുകളിലോട്ട് 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ അത് പോകാം. കാരണം നമുക്കറിയാം ഇത് വളരെയധികം മൂവ്മെൻറ്റ് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്രയും മൂവ്മെൻറ്റ് പോകുമ്പോൾ സെല്ല് ചെയ്യുന്നവർക്ക് മുൻകൂട്ടി കുറച്ച് ക്യാഷ്, അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മൂവ് ആവുകയാണെങ്കിൽ ആ ക്യാഷ് ഈടാക്കാൻ വേണ്ടിയിട്ട് ഇത് സെല്ല് ചെയ്യുമ്പോൾ ഒരു മുൻകൂട്ടി കുറച്ച് ക്യാഷ് വാങ്ങും. അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് മിനിമം ഒരു 50,000 കൊടുത്തു കഴിഞ്ഞാലേ ഒരു സ്ട്രൈക്ക് പ്രൈസ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. 50,000 അല്ല 30,000 വാങ്ങാൻ സാധിക്കും ചെറിയ സ്ട്രൈക്ക് പ്രൈസുകൾ. അപ്പോൾ സെല്ല് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്യാഷ് വേണം. പക്ഷേ ഓപ്ഷൻ ബയ്യേഴ്സിന് കുറച്ച് ക്യാഷ് മതി. വെറും 99 രൂപ ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങാം. ഒന്നായിട്ട് വാങ്ങാൻ കിട്ടില്ല, 50 എണ്ണം മിനിമം വാങ്ങണം. ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വാങ്ങാം. പക്ഷേ സെല്ല് ചെയ്യാൻ 50,000 രൂപ പോരാ, ഒരു 50,000 രൂപയെങ്കിലും, 5000 രൂപ പോരാ, ഒരു 50,000 രൂപയെങ്കിലും കയ്യിൽ വേണ്ടിയില്ലെങ്കിലേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും ഇതിൽ സെല്ല് ചെയ്യില്ല, ബൈ മാത്രമേ ചെയ്യുള്ളൂ. ബൈ ചെയ്യണമെങ്കിൽ ഇത് മുകളിലോട്ട് പോകുമ്പോൾ മാത്രമേ ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ബൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴേ ഇതിൻ്റെ വില കൂടുള്ളൂ. നിഫ്റ്റി താഴത്തോട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ സെല്ല് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട്, അതായത് സെല്ല് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഒരു 50,000 കയ്യിൽ വേണമല്ലോ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യണമെങ്കിൽ. അപ്പോഴേ മാത്രമല്ല താഴത്തോട്ട് നിഫ്റ്റി താഴത്തോട്ടാണ് വരുന്നതെന്ന് കാണുകയാണെങ്കിലല്ലേ നമുക്കത് സെല്ല് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം നമുക്ക് ലാഭം കിട്ടില്ല. അതായത് സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും. താഴത്തോട്ട് സെല്ല് ചെയ്യാൻ നമ്മുടെ ക്യാഷ് ഇല്ല, നമ്മൾ ബയ്യേഴ്സ് മാത്രം. അതായത് ബൈ ചെയ്യാനേ സാധിക്കുള്ളൂ. മുകളിലോട്ട് പോകും എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നിഫ്റ്റി താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യാതിരിക്കും. അതായത് താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണല്ലോ ബൈ ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കും. എന്നിട്ട് എപ്പോഴാണോ ഇത് മുകളിലോട്ട് പോകുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ ഈ താഴത്തോട്ട് പോകുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടില്ല. അപ്പോൾ താഴത്തോട്ട് പോകുമ്പോഴും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കാം എന്ന് അവർ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ നേരെ ഒരു വിപരീതമായിട്ട് നമുക്ക് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്
മറ്റൊരു ഓപ്ഷൻ ഉണ്ടാക്കാം, അതായത് മറ്റൊരു കരാറുകൾ ഉണ്ടാക്കാം. അതിനെ പുട്ട് ഓപ്ഷൻ എന്ന് നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കുറേ കരാറുകൾ ഉണ്ടാക്കി. അതായത് ഇവിടെ സംഭവിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ ഈ കരാറുകളുടെ ഒക്കെ വില കൂടുമെങ്കിൽ ഇവിടെ ഈ കരാറുകളുടെ ഒക്കെ വില കുറയും. അതായത് ഇതിൻ്റെ നേരെ ഒരു എതിർ കഷ്ണം അവരുണ്ടാക്കിയിടും. 21,900 ഒരു കഷ്ണം, അതായത് കോൾ ഓപ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്, 143 രൂപ ഈ കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടും അവരൊരു കഷ്ണം ഉണ്ടാക്കിയിട്ടും 21,900 പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടും ഒരു കരാർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അപ്പോൾ നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് കോൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയൊക്കെ മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ നിഫ്റ്റി താഴത്തോട്ടാണ് വരുന്നതെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താൽ മതി. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ റേറ്റ് മുകളിലോട്ട് പോകും. കാരണം കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കില്ല. നിഫ്റ്റി താഴത്തോട്ട് വരുമ്പോൾ കോൾ ഓപ്ഷൻ്റെ റേറ്റും താഴത്തോട്ടാണ് വരിക. അപ്പോൾ അതിന് പകരമായിട്ട് ആ സമയത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അതായത് പുട്ട് ഓപ്ഷൻ ഇവിടുത്തെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കഷ്ണങ്ങൾ നമുക്ക് വാങ്ങാം, കരാറുകൾ നമുക്ക് വാങ്ങാം. 22,000 29,000 ഒക്കെ കരാറുകൾ, അതിനൊക്കെ ഓരോരോ വില ഇട്ടിട്ടുണ്ടായിരിക്കും. കാരണം രണ്ട് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത് ഈ നിഫ്റ്റിയെ. ഓരോ 50ൻ്റെ ഗുണിതങ്ങളുള്ള കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടും പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കോൾ ഓപ്ഷന് നേരെ ഓപ്പോസിറ്റാണ് പുട്ട് ഓപ്ഷനിൽ സംഭവിക്കുക. അതായത് നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വില കൂടുമെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ വില കുറയും. നിഫ്റ്റി താഴത്തോട്ട് വരുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വില കുറയുമെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ വില കൂടും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് മനസ്സിലാക്കണ്ട. ജസ്റ്റ് കോൾ ഓപ്ഷനെ പറ്റിയാണ് മാത്രം ജസ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുട്ട് ഓപ്ഷൻ. കുറച്ച് തല തിരിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ക്ലിയറാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഓപ്ഷൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് നേരം നമ്മളതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും കൺഫ്യൂഷൻസ് വരുന്നൊരു മാർക്കറ്റാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്മൾ പരമാവധി സിമ്പിളാക്കി തരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം നമ്മളൊരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതാണ്. സാധാരണ രീതിയിൽ സാധാ ഭാഷയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മളൊന്നും കൂടി പറയണോ? ഓക്കെ. സാറന്നല്ലേ പുതുതായിട്ട് ബിഗിനേഴ്സ് ആണെന്ന് പറഞ്ഞത്? അതായത് ട്രേഡിംഗ് ഒട്ടും അറിയാത്ത ഒരാളാണെന്ന് പറഞ്ഞത്, അതോ നാസർ സാറാണോ? ഓക്കെ. നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓൾറെഡി അവർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കോൾ ഓപ്ഷൻ എന്താ പുട്ട് ഓപ്ഷൻ എന്താണെന്ന് ഓൾറെഡി അവർക്ക് അറിയില്ലായിരിക്കും. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെയാണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട് ഓപ്ഷൻസ്. ഇതിപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത്. ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഉണ്ട്. നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ ട്രേഡ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി മിനിമം ഒരു 15 എണ്ണമാണ് മിനിമം വാങ്ങേണ്ടത്. അതും ട്രേഡ് ചെയ്യുന്നത് ഒരു വിലയിലാണ്. ഇപ്പോൾ എത്രയാണെന്നുള്ളത് അറിയില്ല. ഞാൻ വർഷങ്ങളായിട്ട് നിഫ്റ്റിയിൽ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. അതായത് നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാം, ഈ ഷെയറിൻ്റെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം. ഷെയറിനൊക്കെ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഷെയറിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇതുപോലെ കരാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കരാറുകളിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിഫ്റ്റിയുടെ കരാർ ഒരാഴ്ചയുടെ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയുടെ വാല്യൂ ഉള്ള കരാറുകളൊക്കെ വാങ്ങാം. ഇതിപ്പോൾ ഈ വ്യാഴാഴ്ച വരെ ഉണ്ടാക്കിയ കരാറുകളാണ് ഈ കാണുന്നത്. ഇനി അടുത്ത വ്യാഴാഴ്ച ഉണ്ടാക്കിയ കരാറുകൾ ഇവിടെ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ കരാറ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് തീരുന്നവരെ നമുക്കിത് കയ്യിൽ വെച്ചിരിക്കാൻ സാധിക്കും. അതുവരെ ഇതിന് വാല്യൂ ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം അതിന് മുൻപ് അത് വിറ്റു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ വിറ്റ് ഒഴിവാക്കണം. ഇതാണ് കോൾ ഓപ്ഷൻ. അതായത് നിഫ്റ്റിയെ വെട്ടിമുറിച്ച് ഒരുപാട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളല്ല, ജസ്റ്റ് ഇതൊക്കെ കരാറുകളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ അതിനൊക്കെ ഓരോരോ ചെറിയ ടോക്കൺ എമൗണ്ട്, അതായത് ചെറിയ വില ഇട്ടിട്ടുണ്ട്. നിഫ്റ്റിയുടെ 50ൻ്റെ ഗുണിതങ്ങളുള്ള നിഫ്റ്റി 21,750 ഇപ്പോൾ സൂചിക ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ 50ൻ്റെ ഗുണിതങ്ങളുള്ള ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. 21,850, 21,800, 21,750 എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഓരോരോ ചെറിയ റേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓരോ കഷ്ണത്തിനും. ഇതിൻ്റെയൊക്കെ റേറ്റ്, അതായത് ഇതൊക്കെ കരാറുകളാണ്. ഞാനിപ്പോൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ണങ്ങൾ എന്നൊക്കെ പറയുന്നത് നാടൻ ഭാഷയിൽ. അപ്പോൾ നിഫ്റ്റിയുടെ റേറ്റ് മുകളിലോട്ട് പോകുന്നതിന് അനുസരിച്ച് ഈ കരാറുകളുടെ റേറ്റൊക്കെ മുകളിലോട്ട് പോകും. അതായത് ഈ കാണുന്ന കോൾ ഓപ്ഷൻ്റെ CE എന്ന് പറയുന്ന, CE എന്നാണ് അത് പൊതുവെ പറയുക, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ എന്നാണ് പറയുക. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ റേറ്റൊക്കെ നിഫ്റ്റി മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇവിടെ കൂടും. കോൾ ഓപ്ഷൻ്റെ റേറ്റൊക്കെ നിഫ്റ്റി താഴത്തോട്ട് വരുന്നതിനനുസരിച്ചിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഈ സ്ട്രൈക്ക് പ്രൈസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചെറിയ വിലയ്ക്ക് തന്നെ ഇത് വാങ്ങാൻ സാധിക്കും. കാരണം ചെറിയൊരു വില ആയതുകൊണ്ട് നമുക്കിത് 100 എണ്ണം
200-നൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതിലാണെങ്കിൽ നല്ല മൂവ്മെൻറ്റും കിട്ടും. നിഫ്റ്റി ഒരു ദിവസം 200, 300, 500 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് നടത്തും. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമുക്ക് ഇതിലും കിട്ടും. ഈ ഷെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിൻറ്റ്, 20 പോയിൻറ്റ്, പല ഷെയറും 30 പോയിൻറ്റ് ഒക്കെ മൂവ്മെൻറ്റ് നടത്തുവാറുള്ളൂ പൊതുവേ. അത് വളരെ സ്ലോവിലൊക്കെ ആയിരിക്കും നടത്തുക. പക്ഷേ നിഫ്റ്റി അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ ഈ 100, 200 പോയിൻ്റൊക്കെ പെട്ടെന്ന് മൂവ്മെൻറ്റ് നടത്തും. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമുക്ക് ഈ ചെറിയ വിലയ്ക്ക് ഓപ്ഷൻ കരാറുകൾ വാങ്ങി കഴിഞ്ഞാൽ ഇതിലും അതേ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അതായത് നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വില കൂടും. അപ്പോൾ ഒരു 100 പോയിൻറ്റ് മുകളിലോട്ട് പോയാൽ ഇതും ഏകദേശം 100 പോയിൻറ്റ് മുകളിലോട്ട് സഞ്ചരിക്കും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നത്. ചെറിയ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ തന്നെ ഓപ്ഷൻസ് വാങ്ങാൻ സാധിക്കും. നല്ല മൂവ്മെൻറ്റും കിട്ടും. നിഫ്റ്റിയിലെ ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല മൂവ്മെൻറ്റ് കിട്ടും. 100, 200, 10 ഇരട്ടിയും 20 ഒക്കെ ലാഭം കിട്ടും. ഗോൾഡ് ഓപ്ഷൻ ആകുമ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും ആയിരിക്കില്ല, ചെറിയ മൂവ്മെൻറ്റ്. അതായത് ഷെയറിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഇത് ഇൻഡെക്സ് സൂചിക ആയതുകൊണ്ട് വലിയ രീതിയിൽ 50 കമ്പനികളുടെ സൂചികയാണ് നിഫ്റ്റി. അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് സംഭവിക്കും. കാരണം 50 കമ്പനികളുടെ ഒരു സൂചികയാണല്ലോ, ആകെ നിലവാരമല്ല കാണുക. അപ്പോൾ അതിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഷെയർ ആകുമ്പോൾ ആ കമ്പനിയുടെ ഷെയർ ഒരു ദിവസം തന്നെ ഒരുപാട് മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കില്ല. ചെറിയ രീതിയിലാണ് കയറ്റിറക്കങ്ങൾ ഉണ്ടാവുക. ഒരു 20 പോയിൻറ്റ്, 30 പോയിൻറ്റ് അങ്ങനെയൊക്കെ ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇൻഡെക്സിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. കാരണം മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആകുമ്പോൾ ചെറിയ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇത് സെല്ല് ചെയ്യുന്നതിനെ ഓപ്ഷൻ സെല്ലേഴ്സ് എന്നും ബൈ ചെയ്യുന്നവരെ ഓപ്ഷൻ ബയ്യേഴ്സ് എന്നാണ് പൊതുവെ വിളിക്കാറ്. നമ്മളൊക്കെ ഓപ്ഷൻ ബയ്യേഴ്സാണ്. കാരണം ചെറിയ ക്യാഷിന് നമുക്ക് വിൽക്കാനുള്ള ക്യാഷില്ല, വാങ്ങാനുള്ള ക്യാഷേ ഉള്ളൂ. കാരണം ഇതൊക്കെ നന്നായിട്ട് സെല്ല് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 2 ലക്ഷമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വളരെ ചെറിയ പ്രോഫിറ്റ് അതിൽ എടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ബയ്യേഴ്സിന് വെറും 5000, 6000 രൂപ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു 100 രൂപയുടെ സ്ട്രൈക്ക് പ്രൈസാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ വെറും 5000 രൂപ മതി. ഇപ്പോൾ 22,000-ൻ്റെ സ്ട്രൈക്ക് പ്രൈസിന് വെറും 99 രൂപയുള്ളൂ. അപ്പോൾ 5000 മിനിമം 50 എണ്ണം വാങ്ങാൻ 5000-ന് താഴെ മതി. ഇപ്പോൾ 100 രൂപ ആയിട്ട് കൂട്ടുകയാണെങ്കിൽ തന്നെ 5000 രൂപ മതി വാങ്ങാൻ സാധിക്കും. ഒരു 100 പോയിൻറ്റോ 200 പോയിൻറ്റോ ഇവിടെ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് നമുക്ക് ഇതിലും കിട്ടും. ചുരുങ്ങിയത് ഒരു 50 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 പോയിൻറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എത്ര 1000 രൂപ ലാഭം കിട്ടും. അതായത് 10 പോയിൻറ്റ് മിനിമം 50 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 10 പോയിൻറ്റ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ 500 രൂപ ലാഭം കിട്ടുമല്ലോ. ഇപ്പോൾ 20 പോയിൻറ്റ് മൂവ്മെൻറ്റ് നടന്നാൽ തന്നെ 1000 രൂപ ലാഭം കിട്ടും. ഒരു ദിവസം 20ഉം 200 പോയിൻറ്റും 300 പോയിൻറ്റൊക്കെ മൂവ്മെൻറ്റ് നടക്കും. അത്രയും മൂവ്മെൻറ്റ് നടക്കുന്നതാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ടാണ് എല്ലാവരും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കോൾ ഓപ്ഷൻ എന്ന് പറയും. അതായത് നിഫ്റ്റിയൊക്കെ മുകളിലോട്ട് പോകുമ്പോൾ റേറ്റ് ഉണ്ടാക്കിയ ഈ കരാറിനെ കോൾ ഓപ്ഷൻ എന്ന് പറയും. ഈ നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ ഈ കോൾ ഓപ്ഷൻ്റെ റേറ്റൊക്കെ കൂടും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കരാറ്. അതായത് നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ ഈ കോൾ ഓപ്ഷൻ്റെ റേറ്റ് കൂടുമെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ റേറ്റ് കുറയും. അതായത് 21,800-ൻ്റെ കോൾ ഓപ്ഷൻ്റെ റേറ്റ് 197 രൂപയാണ്. അത് നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ 197 എന്നുള്ളത് 198, 199, 200 എന്നുള്ള രീതിയിൽ കൂടും. നേരെ ഓപ്പോസിറ്റ് ഇവിടെ 21,800-ൻ്റെ പുട്ട് ഓപ്ഷൻ 114 രൂപയാണുള്ളത്. ആ 114 രൂപ, 113 രൂപ, 112 രൂപ എന്ന് പറഞ്ഞിട്ട് താഴത്തോട്ടും വരും നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ. അതായത് കോൾ ഓപ്ഷന് നേരെ ഓപ്പോസിറ്റാണ് പുട്ട് ഓപ്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങും, പ്രോഫിറ്റ് എടുക്കും. മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, പ്രോഫിറ്റ് എടുക്കും. ഇത്രയാണ് ഓപ്ഷൻ്റെ ക്ലാസ്സുകൾ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെയൊക്കെ കരാറിൻ്റെ വാല്യൂ ഒരാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ച വരെ, അതായത് വെള്ളിയാഴ്ച പുതിയ കരാർ ഓപ്പൺ ചെയ്യും, വ്യാഴാഴ്ച വരെ നമുക്കിതൊക്കെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പോൾ ഈ പറഞ്ഞില്ല ഓപ്ഷൻസിൻ്റെ ക്ലാസ്സിൽ. ആർക്കും ഡൗട്ടൊന്നുമില്ല, എല്ലാവരും പക്കാ പെർഫെക്റ്റ് ആണ്. എങ്ങനെ വ്യക്തമാവുന്നില്ല, ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയൂ. അല്ല നമ്മൾ അല്ല ഇപ്പോൾ എടുത്ത ക്ലാസ്സിൽ ഡൗട്ടില്ല. അതായത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ വാങ്ങാനൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ കേൾക്കും, ഇപ്പോൾ പലരുടെ കയ്യിൽ ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കും. ടെലിഗ്രാമിലൊക്കെ ഒരുപാട് ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പൊക്കെ ഓരോരുത്തർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും.
അപ്പോൾ അതിലൊക്കെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ സ്ട്രൈക്ക് പ്രൈസ് വരിക നിഫ്റ്റി 21,800 വാങ്ങിക്കോളൂ 197 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ വേഗം നിഫ്റ്റി 21,800 അവർ വാങ്ങും. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും. 200-300 രൂപയ്ക്ക് ആകുമ്പോൾ അവർ വിറ്റ് പ്രോഫിറ്റ് എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. 21,800 21,300 21,500 അല്ലെങ്കിൽ 500 എന്നൊക്കെ പറയുന്നത് ഇതാണ്, ഈ ഓപ്ഷൻസാണ്. 21 നിഫ്റ്റിയുടെ ഈ കഷ്ണങ്ങളാണ്, അല്ലെങ്കിൽ കരാറുകളെയാണ് അതിനെ പറയുന്നത്, പേരാണ് ഓപ്ഷൻസ്. അതായത് 50ൻ്റെ ഗുണിതങ്ങളുള്ള നിഫ്റ്റിയുടെ ചാർട്ട് ഓൾറെഡി ഇതാണ്. അതായത് വ്യാഴാഴ്ചയുടെ ഉള്ളിൽ, വ്യാഴാഴ്ച 9:15 നമുക്ക് മാർക്കറ്റ് സാധാരണ പൊതുവെ ഓപ്പൺ ചെയ്യാറ്. 9:15 ഓപ്പൺ ചെയ്തിട്ട് 3:30 വരെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ചയാണ് പുതിയ കരാർ ഓപ്പൺ ചെയ്യുക. ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ, എക്സ്പയറി ഡേറ്റ് വരെ, അതിന് ഡേറ്റ് ഇവിടെ താഴെ ഉണ്ടായിരിക്കും കണ്ടോ. അപ്പോൾ ഈ നിഫ്റ്റി 21,800ൻ്റെ ഡേറ്റ് ഫെബ്രുവരി 8 2024 ഫെബ്രുവരി 8 വരെ നമുക്കിത് കയ്യിൽ വെച്ചിരിക്കാം. ആ 8 3:30ൻ്റെ ഉള്ളിൽ വിറ്റ് ഒഴിവാക്കും, സെല് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ 9:15 3:30ൻ്റെ ഉള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അത് ആ 8 വരെ നമുക്ക് കയ്യിൽ വെച്ചിരിക്കാം. 8 3:30ൻ്റെ ഉള്ളിൽ അത് വിൽക്കണമെന്നേ ഉള്ളൂ. അതുവരെ ആ കരാറിന് വാല്യൂ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിൽ ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, അറ്റ് ദ മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും.